അഫ്ഗാൻ സൗത്ത് ആഫ്രിക്ക മത്സരം ശരിക്കും ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയ്ക്കും മുകളിലായിരുന്നു. ആരാധകരെ മുൾമുനയിൽ നിർത്തിയ അഫ്ഗാൻ പോരാട്ടത്തിന്റെ കഥയായിരുന്നു അത്. അഫ്ഗാനിസ്ഥാൻ തോറ്റാൽ ലോകകപ്പിൽ നിന്നും പുറത്ത്, ജയിച്ചേ മതിയാകൂ എന്ന് ഓരോ കളിക്കാർക്കും അറിയാം. മുന്നിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ സൗത്ത് ആഫ്രിക്ക. ടോസ് നേടിയ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ആദ്യപടി വിജയത്തോടെ കടന്നു. അഫ്ഗാൻ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുന്നു. പതിവ് പോലെ തുടക്കത്തിൽ തന്നെ പ്രോട്ടീസ് ഓപ്പണർമാർ ആക്രമണം അഴിച്ചുവിടുന്നു. ഓപ്പണർ കിൻഡൻ ഡിക്കോക്കിന്റെ ഹോമിലേക്കുള്ള തിരിച്ചുവരവ്, റിക്കോട്ടൻ നടത്തിയ വിസ്ഫോടക ബാറ്റിംഗ് പ്രകടനം, മില്ലറിന്റെയും യാൻസന്റെയും ഫിനിഷിംഗ് എല്ലാം ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സിൽ. പക്ഷേ ഫസൽ ഹക്ക് ഫാറൂഖിന്റെയും റാഷിദ് ഖാന്റെയും ചെറുത്തുനിൽപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് 200 എന്ന സ്കോർ മറികടക്കാൻ സാധിച്ചില്ല. അതിന്റെ പ്രധാന കാരണം പ്രോട്ടീസിനെ മികച്ച സ്കോറിലേക്ക് നയിക്കുകയായിരുന്ന 59 റൺസ് എടുത്ത ഡീകോക്കിനെയും 61 റൺസ് എടുത്ത റിക്കോട്ടിനെയും 13ാമത്തെ ഓവറിൽ പവലിയനിലേക്ക് അയച്ച റാഷിദ് ഖാന്റെ ഓവറായിരുന്നു. എങ്കിലും വീണ്ടും 200 എന്ന സ്കോറിലേക്ക് പോയിക്കൊണ്ടിരുന്ന പ്രോട്ടീസ് ഇന്നിംഗ്സിനെ പ്രാവിസിനെയും സ്റ്റബ്സിനെയും പുറത്താക്കി അസ്മത്തുള്ള വീണ്ടും ഒരു പ്രഹരമേൽപ്പിക്കുന്നു. ഒടുവിൽ 188 എന്ന ചെറുതല്ലാത്ത സ്കോർ അഫ്ഗാന്റെ മുന്നിൽ സൗത്ത് ആഫ്രിക്ക ഉയർത്തിവെച്ചു. പിന്നീട് കണ്ടത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. റഹ്മാനുള്ള ഗുർബാജ് എന്ന അഫ്ഗാൻ ക്ലാസ് ബാറ്ററുടെ ഒറ്റയാൾ പോരാട്ടം. സപ്പോർട്ട് നിൽക്കാനോ കൂടെ നിൽക്കാനോ ആരുമുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ ഓരോരുത്തരായി കൂടാരം കയറിയപ്പോൾ ഒരറ്റത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയായിരുന്നു ഗുർബാജ്. സൗത്ത് ആഫ്രിക്കയുടെ ബൗളർമാരെ ഗ്രൗണ്ടിന്റെ 4 പാടും പറത്തിയ ഗുർബാജ് 7 സിക്സറുകളും 4 ഫോറുകളും ഉൾപ്പെടെ 84 റൺസിൽ പുറത്താകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 12 ഓവറിൽ 121 എന്ന സ്കോറിൽ എത്തിയിരുന്നു. പിന്നീട് വന്നവർ സ്കോർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ പുറത്തായി. എൻഗിഡി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് പ്രോട്ടീസിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടായിരുന്നു. റസൂലി നേടിയ 15 റൺസും ഒമർസായി നേടിയ 22 റൺസും റാഷിദ് ഖാൻ നേടിയ 20 റൺസും അവസാന ഓവറിൽ 13 റൺസ് എന്ന നിലയിലേക്ക് അഫ്ഗാനിസ്ഥാനെ കൊണ്ടെത്തിച്ചു. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ പക്കൽ ഒരു വിക്കറ്റ് മാത്രമായിരുന്നു അപ്പോൾ ബാക്കിയുണ്ടായിരുന്നത്. ഓവർ ചെയ്യാൻ എത്തിയത് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ബൗളറായ റബാഡയായിരുന്നു. ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നേടി സൗത്ത് ആഫ്രിക്കയുടെ വിജയാഹ്ലാദം. പക്ഷേ അത് നോ ബോളായി പരിണമിച്ചു. വീണ്ടും അഫ്ഗാന്റെ തിരിച്ചുവരവിന് അത് കാരണമാകുന്നു. അടുത്ത ബോൾ വൈഡ്. ഒറ്റയ്ക്ക് 6 ബോളുകളും നേരിട്ട നൂർ അഹമ്മദ് 3ാമത്തെ പന്തിൽ സിക്സർ പറത്തി അഫ്ഗാന് വിജയപ്രതീക്ഷ സൃഷ്ടിച്ചു. പിന്നീട് ഹിറ്റുകളൊന്നും പിറന്നില്ല എങ്കിലും റബാഡ ഒരു നോ ബോൾ കൂടി വഴങ്ങിയതോടെ അവസാന 2 ബോളിൽ 2 റൺസ് എന്ന അവസ്ഥയിൽ അവർ എത്തുന്നു. 5ാമത്തെ ബോളിൽ 2 റൺസ് ഓടാൻ ശ്രമിച്ച അഫ്ഗാന് പിഴച്ചു. ഫാറൂഖ് റൺഔട്ട് ആകുന്നു. സ്കോർ 187, അതായത് സ്കോർസ് ആർ ലെവൽ. ഇതോടെ സൂപ്പർ ഓവറിലേക്ക് കടന്ന കളിയിൽ അഫ്ഗാന് വേണ്ടി ക്രീസിൽ വന്നത് ഗുർബാജും അജ്മത്തുള്ളയുമായിരുന്നു. ആദ്യ ബോളിൽ ഒരു ഫോറും 2ാമത്തെ ബോളിൽ സിക്സറും നേടി അജ്മത്തുള്ള സ്കോർ ഉയർത്തി. 5ാമത്തെ ബോളിൽ ഒരു ഫോർ കൂടി പറത്തി അഫ്ഗാൻ സൂപ്പർ ഓവറിൽ ഉയർത്തിയത് 17 റൺസ് ആയിരുന്നു. ആവേശം ആകാശത്തോളം ഉയർന്ന നിമിഷങ്ങൾ. കാണികൾ ആവേശത്തിലാണെങ്കിൽ കളിക്കാർ വൻ പ്രഷറിലായിരുന്നു. 17 റൺസ് വൻ ഹിറ്റർമാരുള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് എത്തിപ്പിടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്രീസിൽ വന്നത് കില്ലർ മില്ലറും ബേബി ABD എന്നറിയപ്പെടുന്ന ഡേവിഡ് ബ്രാവിസുമായിരുന്നു. അഫ്ഗാന് വേണ്ടി ബോൾ എടുത്തത് ഫജൽ ഹക്കും. ആദ്യ ബോൾ സിംഗിൾ, അടുത്ത ബോൾ 80 മീറ്റർ ദൂരത്തേക്ക് പറന്ന ബ്രാവിസിന്റെ ഒരു പടുകൂറ്റൻ സിക്സർ. പക്ഷേ പോരാട്ടം എന്താണെന്ന് അഫ്ഗാൻ ടീമിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അത് അവരുടെ രക്തത്തിലുള്ളതാണ്. അടുത്ത ബോളിൽ ഒരു സ്ലോ ബോളിൽ ബ്രാവിസിനെ പുറത്താക്കുന്നു. പിന്നീട് ക്രീസിൽ വന്നത് സ്റ്റബ്സ്. അടുത്ത പന്തിൽ ഔട്ട്സൈഡ് എഡ്ജിൽ ഒരു ബൗണ്ടറി. 5ാമത്തെ പന്തിൽ റൺസ് ഒന്നും നേടാൻ സ്റ്റബ്സിന് കഴിയുന്നുമില്ല. അവസാന പന്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ 7 റൺസ്. ഒരു സിക്സർ നേടിയാൽ വീണ്ടും സൂപ്പർ ഓവർ. എല്ലാവരെയും സ്തബ്ധരാക്കി സ്റ്റബ്സ് അവസാന പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ ഒരു സിക്സർ പറത്തുന്നു. ഇതോടെ 2ാമത്തെ സൂപ്പർ ഓവർ പിറക്കുന്നു. 2ാം സൂപ്പർ ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മില്ലറും സ്റ്റബ്സും തന്നെയായിരുന്നു ക്രീസിലേക്ക് വന്നത്. അഫ്ഗാന് വേണ്ടി ഇത്തവണ പന്തെടുത്തത് അസമത്തുള്ളയുമായിരുന്നു. ആദ്യ പന്ത് പടുകൂറ്റൻ സിക്സർ പറത്തി സ്റ്റബ്സ് തുറക്കം കുറിച്ചു. 4ാമത്തെയും 5ാമത്തെയും പന്തിൽ കില്ലർ മില്ലറിന്റെ എണ്ണം പറഞ്ഞ 2 പടുകൂറ്റൻ സിക്സറുകൾ. സ്കോർ 20 കടന്നിരിക്കുന്നു. അവസാന പന്തിൽ ഡബിൾ കൂടി നേടി സ്കോർ 23, അതായത് അഫ്ഗാന് മുന്നിൽ വിജയിക്കാനായി 6 ബോളിൽ 24 റൺസ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഇത്തവണ, അതായത് 2ാം സൂപ്പർ ഓവറിൽ പന്തെടുത്തത് കേശവ് മഹാരാജ് എന്ന സ്പിന്നറായിരുന്നു. അഫ്ഗാന് വേണ്ടി ബാറ്റുമായി ക്രീസിൽ വന്നത് മുഹമ്മദ് നബിയും അസ്മത്തുള്ളയും. ആദ്യ പന്തിൽ റൺസ് ഒന്നും നേടാൻ നബിക്ക് കഴിഞ്ഞില്ല. 2ാമത്തെ പന്തിൽ നബി പുറത്ത്. ഗുർബാജ് വീണ്ടും ക്രീസിൽ. 4 പന്തിൽ 24 റൺസ്. 3ാമത്തെ പന്തിൽ സിക്സർ, 4ാമത്തെ പന്തിലും സിക്സർ, 5ാമത്തെ പന്തിലും സിക്സർ. ഒരു വൈഡും കൂടിയായപ്പോൾ അവസാന പന്തിൽ 5 റൺസ് ജയിക്കാൻ എന്ന അവസ്ഥയിലായി. അഫ്ഗാന്റെ അവസാന പ്രതീക്ഷയായ ഗുർബാജ് അവസാന പന്തിൽ പുറത്താകുന്നു. മാച്ച് പ്രോട്ടീസ് ജയിച്ചു. എങ്കിലും ആരാധകരുടെ മനസ്സിനെ ജയിച്ചത് അഫ്ഗാന്റെ പോരാട്ടം തന്നെയായിരുന്നു.